ഹായ് വിവേഴ്സ്, ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവാതിര നോയമ്പും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ എല്ലായിടത്തും ഉത്സവങ്ങളും പള്ളി പെരുന്നാൾ, നമ്മുടെ അടുത്ത് തന്നെ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് ഉത്സവങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ എല്ലായിടത്തും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷാണ് ഇടാൻ പോണത്. സദ്യക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയാണ് കിച്ചടി, പച്ചടി കിച്ചടി. അതിൽ കിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അത് പാവയ്ക്കയും കൊണ്ടും പിന്നെ വെണ്ടയ്ക്കയും കൊണ്ടും ഉണ്ടാക്കും കിച്ചടി. കിച്ചടി എന്ന് പറയാൻ കാരണം അത് വറുത്ത് ഉണ്ടാക്കണത് കൊണ്ടാണ് കിച്ചടി. പച്ചടി എന്ന് പറഞ്ഞാൽ അത് വറക്കില്ല, പച്ച കഷ്ണം അത് വേവിച്ചിട്ടാണ്. പിന്നെ വെണ്ടയ്ക്കയും പാവയ്ക്കയൊക്കെ വറുത്തിട്ടാണ്, അതാണ് കിച്ചടി. അപ്പോൾ ഇന്ന് ഞാൻ അതിലൊക്കെ വേറെ ആയിട്ട് കോവയ്ക്കയും കൊണ്ടൊരു കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഇതാ, എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സ്ഥലം ഇല്ലെങ്കിൽ കൂടിയും ചാക്കിലാണെങ്കിലും എല്ലാവരും ഇപ്പോൾ കോവൽ വളർത്തേണ്ട അത്രയും ഔഷധ ഗുണമാണ് ഈ കോവയ്ക്കുള്ളത്. അതിൻ്റെ ഇല പോലും അത്രയും ഗുണമാണ് കോവലത്തിൻ്റെ ഇല. അപ്പോൾ ഇന്ന് നമുക്ക് കോവയ്ക്കയും കൊണ്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഇന്ന് കോവയ്ക്ക പലതരത്തിലുള്ള വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം കേട്ടോ. തോരൻ ഉണ്ടാക്കാം, മെഴുക്കുരട്ടി ഉണ്ടാക്കാം, എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സ്ലൈസായിട്ട് ചെറുതായിട്ട് വട്ടം ഇടണം ഈ കോവയ്ക്ക ഇത് ഞാൻ ഒരു 1/4 കിലോത്തോളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ വട്ടം നുറുക്കട്ടെ കേട്ടോ. ഇതുപോലെയാണ് നുറുക്കേണ്ടത്. കോവയ്ക്ക നല്ല കനം കുറഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കടു വറുത്തിട്ട് കടുകും മുളകും കറിവേപ്പില ഇട്ടിട്ട് അതിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. ഇതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി മുളകും കറിവേപ്പിലയും. ഇതിലേക്ക് നമ്മുടെ കോവയ്ക്ക നുറുക്കി വെച്ചത് ഇടണം. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആവണ വരെ ഒന്ന് ഇളക്കി എടുക്കണം. നല്ലോണം ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇത് അരയ്ക്കാനുള്ളത് നോക്കാം. ഇനി ഇതിലേക്ക് നാളികേരം, 1/2 മുറി നാളികേരം എടുക്കണം. ഇതിലേക്ക് പച്ചമുളക്, ഇതധികം എരിവില്ലാത്തതാണ് കേട്ടോ. ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ജീരകം, 1/4 ടീസ്പൂണ് ജീരകം. പിന്നെ ഇത് അരച്ച് വാങ്ങണതിന് ജസ്റ്റ് മുമ്പ് ഒരു 1.5 സ്പൂണ് പച്ചക്കടുകും കൂടി അരച്ച് അതിൽ ചേർക്കണം. അപ്പോൾ അത് അരച്ച് വാങ്ങണതിന് മുമ്പ് ഒരിത്തിരി അരച്ചിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വാങ്ങാം. ഇതാദ്യം അരച്ചെടുക്കുക, നല്ലോണം അരയണം. ഇത് പാവയ്ക്കയുടെയും വെണ്ടയ്ക്കയുടെയും പോലെയല്ല, കുറച്ച് താമസമുണ്ട് ഇത് ഫ്രൈ ആവാനേ. അപ്പം അത് ഒന്ന് ചെറുതായിട്ട് എത്ര സൈസാക്കിയാലും കുറച്ച് താമസമാണ് ഇത് ഫ്രൈ ആവാൻ. കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉപ്പിടാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. നമ്മുടെ കോവയ്ക്ക നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് തൈര് ഉടച്ചത് കേട്ടോ. മോര ആണോ ഉള്ളെങ്കിൽ അതും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ തൈരാണ് എടുക്കണം, അധികം പൊടിയില്ലാത്ത തൈര്. നമ്മുടെ തൈര് ഒഴിച്ച് കഴിഞ്ഞാലേ അത് നന്നായിട്ടൊന്ന് വെന്തിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു. ഇനി നമ്മുടെ അരച്ചത് ജീരകം, നാളികേരം, പച്ചമുളക്, പച്ചക്കടുക്. കടുക് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വാങ്ങണതിന് മുമ്പ് ഒന്ന് കിറാക്കിയിട്ട് വാങ്ങണം, അല്ലാണ്ട് അരയരുത് കടുക്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാം.
ഇതാ നാളികേരം ചേർത്തിട്ട് ഒന്ന് തള വന്നു കേട്ടോ. ഓഫ് ചെയ്യാം. ഈ കിച്ചടി അധികം വെള്ളത്തിൽ വയ്ക്കാറില്ല കേട്ടോ. നമുക്ക് ഒഴിച്ചതാ ഈ പാകത്തിന് പാടുള്ളൂ. കൂടുതൽ വെള്ളം എടുക്കാറില്ല കിച്ചടിക്ക്. നമ്മൾ പാവയ്ക്കാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലൊക്കെ സദ്യക്ക് കണ്ടിട്ടില്ലേ, അത്രേ പാടുള്ളൂ. ഇതാ നമ്മുടെ കോവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ എല്ലാവരും കോവയ്ക്ക കൊണ്ടുള്ള മെഴുക്കുവരട്ടിയും തോരനും ഒക്കെയല്ലേ കൂട്ടിയിട്ടുണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് കോവയ്ക്ക കൊണ്ട് കിച്ചടിയും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുക, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നാടൻ വിഭവമായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. ബൈ.